Good evening. Good evening. Good evening, Miss. Good evening, Esther. Good evening, Saina. Good evening. Good evening. രണ്ട് പേരെ കേറിയിട്ടുള്ളല്ലോ. ഗുഡ് ഈവനിങ് ധന്യ. ഗുഡ് ഈവനിങ് മാം. ഇന്നലെ ആരോടായിരുന്നു പ്രയർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ പ്രയർ? അലീനയോടാ തോന്നുന്നു പറഞ്ഞിരുന്നത്. അഞ്ജു? അലീനോടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. ആള് കേറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ. റിജോ 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 ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സെർച്ച് ചെയ്തിരുന്നോ? നിങ്ങള് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നോ? സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ അല്ലേ? കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയോ? ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഇന്നലെ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞു നിർത്തിയേ? അതൊന്ന് പറഞ്ഞേ. നിങ്ങള് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയേ? എസ്തർ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തേ? നമ്മൾ ഇന്നലെ കുതിരപ്പനിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളവാദത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ റുബെല്ല, 5-ാം പനി, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. മീസിൽസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലേ? ഓക്കെ. കാര്യങ്ങൾ ഒരുവിധം എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എസ്തറിന് ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്? സ്ലൈഡ് വായിച്ചപ്പോ എന്തായാലും എല്ലാം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ആയി എസ്തർ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് എന്താണ്? മംസ് ആണ് കേട്ടോ. മംസ് ഒന്ന് നിങ്ങളൊന്ന് വായിക്കട്ടോ. മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം മംസ്. ഓക്കെ, റീഡ് ചെയ്തോ? ഓക്കെ. മംസിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊന്ന് ലെക്ചർ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. അതായത് ഈ മംസ് എന്ന് പറയുന്ന രോഗം കൂടുതലായിട്ട്, അതായത് ഈ ഒരു ഡിസീസ് നമുക്ക് ബാധിക്കുന്നത് നമ്മുടെ കവിളുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കവിളിന്റെ സമീപത്തുള്ള ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് എന്തുണ്ട്? പരോട്ടിഡ് എന്ന് പറയുന്ന ഗ്ലാൻസ് ഉണ്ട്, പരോട്ടിഡ് ഗ്രന്ഥികൾ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് എന്തുണ്ട്? പരോട്ടിഡ് എന്ന് പറയുന്ന ഗ്ലാൻസ് ഉണ്ട്. ആ ഒരു അതെന്ന് പറയുന്നത് ഒരു ഉമിനീർ ഗ്രന്ഥികളാണ്. നമ്മുടെ വായിൽ ഉമിനീർ ഉണ്ടല്ലോ, അതിന്റെ ഗ്രന്ഥികളാണ് എന്താ ഈ പരോട്ടിഡ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണെന്ത്? മംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മറ്റു പല രോഗങ്ങളും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്? നമ്മുടെ കവിളിന്റെ ഭാഗത്തുള്ള പരോട്ടിഡ് ഗ്ലാൻസിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണെന്ത്? മംസ് എന്ന് പറയുന്നത് കേട്ടോ. മംസിന് വേറൊരു പേരുണ്ട്, മുണ്ടുനീരെന്നാണ് നമ്മൾ പറയാ കേട്ടോ. നിങ്ങളുടെ വീടുകളിൽ, അതായത് ഫാമിലീസ്, മുതിർന്നവരൊക്കെ പറയുന്നത് അതിനെ മുണ്ടുനീരെന്നാ പറയാ കേട്ടോ, മംസിനെ. ഇനി ഈ ഒരു ഡിസീസ് നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേട്ടോ. അതായത് ഈ ഒരു സമയം, ഈ ഒരു വേനൽക്കാല ആ ഒരു സമയത്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? മംസ് കണ്ട് വരാറുള്ളത്.
ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഒരു രോഗം ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാല് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് ഈ രോഗം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ ഓക്കെ. പക്ഷെ എന്താണ്, ഇത് ഈ രോഗം വന്നു കഴിഞ്ഞ, അതായത് ഈ രോഗം വന്ന കുട്ടികളില് അതിന്റെ അസ്വസ്ഥതകൾ കുറവാണെങ്കിലും ആ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി ഗൗരവം ഉള്ളതാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത, മംസിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം. അതായത് നമ്മുടെ കവിളിന് സമീപത്തുള്ള, അതായത് ഈ ഒരു പോർഷനിലുള്ള പരോട്ടിഡ് ഗ്ലാൻസിലാണ് കൂടുതലായിട്ട് ഈ രോഗം ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് വീർത്തിരിക്കുന്നത്. മുണ്ടുനീര് എന്ന് പറയുന്ന രോഗം നിങ്ങൾക്ക് അറിയാലോ, ചെറുപ്പത്തിലെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ കാണാം ഈ ഒരു ഭാഗം എന്താണ്, വീർത്തിരിക്കുന്നതായിട്ട് കാണാം. അത് ഈ ഒരു ഗ്ലാൻഡിനെ ബാധിക്കുന്നുണ്ടാണ്. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതലായിട്ടും കേരളത്തിൽ ഈ രോഗം കണ്ടുവരുന്നത്. ഒരു പ്രാവശ്യം ഈ രോഗം വന്നാല് പിന്നീട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇതുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഈ രോഗം എന്ന് പറയുന്നത് മരണത്തിന് കാരണമാകാറില്ല. മുണ്ടുനീര് ബാധിച്ചിട്ട് ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, മരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ മരണ കാരണമാകാത്ത രോഗമാണ് എന്ത്, ഈ ഒരു മംസ് എന്ന് പറയുന്ന കേട്ടോ, മുണ്ടുനീര് എന്ന് പറയുന്നത്. ഇനി ഇതുണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് മിക്സോ വൈറസ് കേട്ടോ. മിക്സോ വൈറസ് എന്ന് പറയുന്ന ഒരു ഇനം വൈറസ് ആണ് ഈ മംസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അമ്മയിൽ നിന്നും ആന്റിബോഡീസ്, അതായത് രോഗപ്രതിരോധ വസ്തുക്കള് മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നത് കൊണ്ട് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗം കണ്ടുവരാറില്ല. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളില്, അതായത് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് മുണ്ടുനീര് വരാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അമ്മ കുഞ്ഞിന് മുലപ്പാൽ ഊട്ടുമ്പോൾ അതിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് എന്ത് കിട്ടുന്നുണ്ട്, ചില രോഗപ്രതിരോധ വസ്തുക്കൾ അഥവാ ആന്റിബോഡീസ് കുഞ്ഞിന് നൽകപ്പെടുന്നുണ്ട്. അതുമൂലം എന്തിനെ ചെറുക്കാൻ സാധിക്കും, ഈ മംസ് വൈറസിനെ ചെറുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി മുണ്ടുനീര്, ഈ ഒരു മംസ് എന്ന് പറയുന്ന, അതായത് ഈ മുണ്ടുനീര് ബാധിച്ച ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരുന്നത് ക്ലോസ് കോണ്ടാക്റ്റിലൂടെയാണ്. ഒന്നില്ലെങ്കിൽ ഉമിനീരിലൂടെയോ, അതായത് ഡ്രോപ്സ് വഴിയോ, അല്ലെങ്കിൽ നേരിട്ടുള്ള സ്പർശനം, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ടച്ച് വഴിയോ എന്ത് നമുക്ക് പകരാം, മംസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് ഒരാളിൽ നിന്ന്, അതായത് രോഗബാധിതനായ ഒരു കുട്ടിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എന്ത് പകരാം, ഈ രോഗം പകരാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് കൂടുതലാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതായത് ഈ വൈറസ് ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഇത് സ്ട്രോങ് ആവുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു സമയത്താണ് മറ്റുള്ളവരിലേക്ക് ഇത് ഡ്രോപ്സ് വഴിയായാലും ക്ലോസ് കോണ്ടാക്ട് വഴിയായാലും മറ്റുള്ളവരിലേക്ക് ഈ രോഗം പകരുന്നത്. അപ്പോ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 18 ഡേയ്സ് ആണ് കേട്ടോ. 18 ദിവസമാണ് മംസ് വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ സിംറ്റം, അതായത് പ്രിലിമിനറി ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെവി വേദനയാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു ഈ ഭാഗത്താണ് എന്തുണ്ടാവുക, കൂടുതലായിട്ട് എന്തുണ്ടാവുക, ആ ഒരു നീര് നമുക്ക് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ചെവി, അതായത് ഈ ഒരു ഫേസും അതുപോലെ നമ്മുടെ ഈ ചെവി എന്താണ് കണക്ഷൻ ആയിട്ട് വരുന്നില്ലേ. അപ്പൊ ഈ ചെവിയുടെ പുറകിലായിട്ടാണ് എന്ത്, അതായത് ഈ ചെവിയുടെ പുറകില് ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള വേദന നമുക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഇനി MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ്, അതായത് 15 to 18 മന്ത്സ്, പിന്നെ തന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോഴൊക്കെ എന്താണ് നമ്മള് MMR, അതായത് അതിന്റെ ബൂസ്റ്ററും നൽകും. ആദ്യം കുട്ടിക്ക് ഒരു 1.5 വയസ്സാകുമ്പോൾ നമ്മൾ MMR വാക്സിൻ കൊടുക്കും. അതിനുശേഷം 12 വയസ്സുള്ളപ്പോൾ നമുക്ക് കുട്ടിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മംസിന്റെ ഒരു ബൂസ്റ്റർ നമുക്ക് നൽകാം. ഓക്കെ, അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഈ 12 വയസ്സിലുള്ള ബൂസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ആൺകുട്ടിക്ക് മംസ് പിടിപെട്ടാല് ഇൻഫെർട്ടിലിറ്റിക്ക് എന്താണ് ചാൻസ് കൂടുതലാണ്. ആ കുട്ടി എന്താവും, വന്ധ്യനാകാം. ഓക്കെ,
കുറച്ചും കൂടി കാലം കഴിഞ്ഞ് കുട്ടി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് എന്താണ് കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോ ഇൻഫെർട്ടിലിറ്റിക്ക് ആൺകുട്ടികളിൽ പ്രത്യേകിച്ചും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്ന ഒന്നാണ് എന്ത് മംസ് എന്ന് പറയുന്ന ഒരു വൈറസ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മംസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അല്ലേ? ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഒരു മംസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു മംസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. സൈനയ്ക്കാണോ? ആരൊക്കെ വന്നേക്കണേ മോളെ? എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്, ചെറിയ കുട്ടിയാകുമ്പോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം എന്റെ ചെറിയ മോൾക്ക് ഉണ്ടായിരുന്നു അസുഖം. ആണല്ലേ? എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് ഇതേമാതിരി തന്നെ അവർക്ക് ചെവി വേദനയാണ് ആദ്യം തുടങ്ങിയത്. ചൊറിയല്, വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി നല്ലോണം തടിച്ച് വീർത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. അത് വീങ്ങലും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ചയോളം തന്നെ നല്ല പനിയും ജലദോഷം, പനി എല്ലാം നല്ല ഉണ്ടായിരുന്നു. അല്ലേ? ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കാണിച്ചു മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പീഡിയാട്രിഷ്യൻ ആണോ അല്ലെങ്കിൽ? അതെ അതെ അതെ, പീഡിയാട്രിഷ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മരുന്നുകൾ അപ്പോ എന്തൊക്കെ മരുന്നുകളാ തന്നെ? മരുന്ന് അത് പുരട്ടാനൊരു ഓർമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേദന കുറയാനുള്ള മരുന്നുണ്ടായിരുന്നു, പനിയുടെ മരുന്നുണ്ടായിരുന്നു. ആർക്കും അത് സ്പ്രെഡ് ആയില്ലല്ലോ? പിന്നെ ഇല്ല. കുട്ടിയെ എങ്ങനെയാ അപ്പൊ നിങ്ങൾ നോക്കിയത്? എങ്ങനെയാ ഇത് വന്നതിന് ശേഷം എത്ര ദിവസം കുട്ടിക്ക് ഇത് കൊടുത്തു പ്രോപ്പർ ആയിട്ട്? 2 ആഴ്ചയോളം ഉണ്ടായിരുന്നു. 2 ആഴ്ച ഉണ്ടായിരുന്നു അല്ലെ? കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. പ്രത്യേകം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അത് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതെങ്ങനെയായിരുന്നു? കനുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. കഞ്ഞി അങ്ങനെ അധികം വറ്റില്ലാണ്ട് വെള്ളത്തോടക്കനെ അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. കഞ്ഞിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത് അല്ലേ? അതെ. പിന്നെ ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എസ്റ്ററിനുണ്ടോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ഇല്ല മിസ്. ഇല്ല അല്ലെ? ധന്യ, അലീന, രാഖി? ഇല്ല, ആർക്കും ഇല്ല അല്ലെ? ഓക്കെ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങള്? ഒരു ടേബിള് കൊടുത്തിട്ടില്ലേ? വലിയൊരു ടേബിള് കണ്ടല്ലേ? അതിനകത്ത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ആദ്യം എസ്റ്റർ അതൊന്ന് വായിച്ചിട്ട് അതൊന്ന് പറഞ്ഞു എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തേ. എല്ലാവർക്കും ആയിട്ട് അതുപോലെ തന്നെ എന്നോട് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. A regular immunization schedule needs to be followed since the time of the birth of the child till the stage mentioned in the schedule. When, what, why? Before birth, to give to the mother. Tetanus protects against tetanus. ഓരോന്നോരോന്നായിട്ട് വായിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ബിഫോർ ബർത്ത് ടു ഗിവൺ ടു ദ മദർ, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ലേ ടെറ്റാനസ് എന്ന് പറയുന്നത്. അത് ടെറ്റാനസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാ കാണുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഗർഭിണിയായിരിക്കുന്നവർക്ക് എത്ര പ്രാവശ്യം കൊടുക്കുന്ന ടി? 2 ടൈംസ് കൊടുക്കുന്നില്ലേ? ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നില്ലേ? ആദ്യത്തെ, അതായത് ആ ക്യാരിയിങ് ആയിട്ടുള്ള ഇരിക്കുന്ന ആ ഒരു ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണ്, ഫസ്റ്റ് സെക്കൻഡ് മന്ത്സിലാണ് ഇത് കൊടുക്കുന്നത്. ഈ ഒരു ഇഞ്ചക്ഷൻ ലേഡിക്ക്, പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്നത് കേട്ടോ.
ഓക്കെ. അപ്പൊ എന്തിനെ അഗേൻസ്റ്റ് ആയിട്ടാണ്? ടെറ്റനസിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ടെറ്റനസിന്റെ ഒരു കൊടുക്കുന്നു. അടുത്തത് വായിക്കട്ടെ. അടുത്ത വായിച്ചോളൂ. As soon as possible after birth, BCG protect against tuberculosis TB. ട്യൂബർക്യുലോസിസ്, TB. അതായത് ആഫ്റ്റർ ബർത്ത്, ജനിച്ചതിന് ശേഷം കുട്ടിക്ക് BCG ആയിട്ട് കൊടുക്കുന്നു. TB ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാ. അതെ, അതായത് ജനിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതാണ് എന്ത് BCG എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കൂലേ ഇത്? അങ്ങനെ ഉണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ? ആദ്യമൊക്കെ എന്തായിരുന്നു, പെട്ടെന്ന് തന്നെ കൊടുക്കുക. അതായത് കുട്ടി ജനിച്ച് കുട്ടിനെ കൊണ്ട് അപ്പൊ തന്നെ വിടും അല്ലെ, അങ്ങോട്ട് പോകും. അതായത് BCG എടുക്കാനായിട്ടാണ് വിടുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ള കൊടുക്കാന്ന് തോന്നുന്നു. അപ്പോ എന്തിനെതിരായിട്ടാണത് നമ്മൾ BCG കുട്ടിക്ക് TB TB അല്ലെ, ട്യൂബർക്യുലോസിസ് അല്ലെ, ക്ഷയത്തിനെതിരായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആ ഒരു BCG വാക്സിൻ. നിങ്ങളുടെയൊക്കെ കയ്യിൽ ഉണ്ടാവുമല്ലേ? കുഞ്ഞുങ്ങളുടെ കയ്യിൽ നോക്കിയാൽ അറിയാൻ പറ്റില്ലേ? ആ ഒരു റൗണ്ടിൽ ഒരു പാടുണ്ടാവില്ലേ ഇടത്തെ ഷോൾഡറിലായിട്ട്, കണ്ടിട്ടില്ലേ? അത് BCG കുട്ടിക്ക് ആദ്യം കൊടുത്തതിന്റെ ആ ഒരു അടയാളമുണ്ട് ആ കാണുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വായിച്ചോളൂ. മൂന്നാമത്തേത് age 6 weeks DPT polio drops protects against polio, diphtheria, pertussis and tetanus. അതായത് ജനിച്ചിട്ട് 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പോളിയോ ഡ്രോപ്സ് നൽകുന്നു. ഇത് പോളിയോയ്ക്കെതിരായിട്ടും ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റാനസിനെതിരായിട്ടാണ് കൊടുക്കുന്നത്. അതായത് DPT വാക്സിൻ ഏജ് 6 വീക്സ്, 6 ആഴ്ച, കുട്ടിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ നമ്മള് DPTയുടെ കൂടെ പോളിയോ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു DPT കൊടുക്കുന്നത് എന്തിനെതിരായിട്ടാണ്? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. പിന്നെ പോളിയോക്കും ഇതായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഈ ഒരു വാക്സിൻ ഈ ഒരു 6 വീക്ക് ആകുമ്പോൾ കുട്ടിക്ക് കൊടുക്കാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേർഡ്. Age 6 weeks onwards 3 doses, month 6 months. Hepatitis B protects against jaundice at 0 to 1. ഓക്കെ, എന്താണ് പറയുന്നത്? 6 ആഴ്ച മുതൽ 6 months വരെ അതിനിടയിൽ കൊടുക്കുന്ന വാക്സിൻ ആയത്. അപ്പം ഇതിന്റെ പേര് ഹെപ്പറ്റൈറ്റിസ് B എന്നാണ്. ഇത് ജോണ്ടിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന വാക്സിൻ ആണ്. അത് 0 to 1 എന്ന് കൊടുത്തേക്കുന്നുണ്ട. എന്താ 0 to 1 എന്ന് കൊടുത്തേക്കുന്നുണ്ട? അത് കുട്ടിക്ക് 1 വയസ്സിന് മുമ്പായിട്ടല്ലേ കൊടുക്കുന്നേ? ശരി. അങ്ങനെയാണ് കേട്ടോ. ഏജ് 6 വീക്ക് ഓൺവേർഡ്സ് 3 ഡോസസ്, മന്ത് 6 months at 0 to 1 കേട്ടോ. ആ ഒരു സമയത്താണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് B കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ജോണ്ടീസ് എന്താ? മഞ്ഞപ്പിത്തം, അതിനെതിരായിട്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി വേറെ ആരെങ്കിലും വായിക്കട്ടോ. ധന്യ ഒന്ന് വായിക്കോ. ധന്യ ഓക്കെ. ഉസൈല ഒന്ന് വായിക്കോ മോളെ. ഉസൈല ആ ഒരു എത്രാമത്തെ ഏജ് 10 വീക്സ് അല്ലേ? ഏജ് 10 വീക്സ് സെക്കൻഡ് ഡോസ് DPT പോളിയോ പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് 10 വീക്സ് ആകുമ്പോൾ DPT കൊടുക്കാൻ, അതിന്റെ കൂടെ പോളിയോ. എന്തിനെതിരായിട്ടാ? ഡിഫ്തീരിയ, പോളിയോ. ഓക്കെ. ഇനി ഏജ് 14 വീക്സ് തേർഡ് ഡോസ് DPT പോളിയോ ആസ് നോട്ടഡ് എബോവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാനും അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആസ് നോട്ടഡ് എബോവ് വരുന്നത് കേട്ടോ. ഓക്കെ, ഏജ് 9 months മീസൽസ് പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് മീസൽസ്. ഓക്കെ, 9 months ആകുമ്പോൾ മീസൽസിന്റെ വാക്സിൻ അല്ലേ? ഏജ് 15 to 18 months MMR പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് മീസൽസ്,
mum and Ruhe. റുബല്ല Ruhel. റുബല്ല കേട്ടോ. ഓക്കെ, എന്താ പറയുന്നത് ഇപ്പൊ 18 മാസത്തിനുള്ളിൽ എന്താണ് 50 to 18 monthsനുള്ളില് റൂബല്ലേന്റെ എഗെയിൻസ്റ്റ് മീസിൽസിനും റൂബല്ലക്ക് എതിരായിട്ട് കൊടുക്കുന്നത്. MMR ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏജ് 18 months, DPT പോളിയോ ഡ്രോപ്സ്, ബൂസ്റ്റർ ഡോസ്. ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കുന്നു. DPT പോളിയോ ഡ്രോപ്സ്. പോളിയോ കോമയിലട്ടോ അവിടെ പോളിയോ ഡ്രോപ്സ് എന്ന് ഒരുമിച്ച് എഴുതുന്ന അവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. ഓക്കെ, ബൂസ്റ്റർ ഡോസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആഫ്റ്റർ 24 months, ടൈഫോയിഡ്, പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ടൈഫോയിഡ്. നമ്മുടെ ടൈഫോയിഡിന് എഗൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത് ടൈഫോയിഡിന്റെ ഇത് വാക്സിൻ ആഫ്റ്റർ 24 months. 24 months എന്ന് പറഞ്ഞ കുട്ടിക്ക് എത്ര വയസ്സാ അപ്പോ? 2 വയസ്സ്. 2 വയസ്സ് 2 വയസ്സ് കേട്ടോ. 2 വയസ്സാണ്, 2 years ആണ് കുട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ ഇതാണ് എന്ത് ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ കുട്ടിന്റെ വാക്സിനേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ധന്യ വന്നോ? ഉണ്ട് മാം. ഓക്കെ, അതിന്റെ താഴെ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ടേബിളിന്റെ താഴെ The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society from dangerous epidemics. എന്താ പറയുന്നേ? The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. ഒരു ടീച്ചർ കുട്ടികളുടെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഡിസീസിനെ പറ്റിയിട്ട് കെയർഫുൾ ആയിരിക്കണം, അതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. വിച്ച് മേ ബി അതൊക്കെയല്ലേ? ശരിയാണ് പറഞ്ഞത്. ടീച്ചേഴ്സിന് എന്താണ്, അതായത് ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ആ ഒരു ഡിസീസിനെ കുറിച്ചിട്ട് എന്തുണ്ടായിരിക്കണം? അവയർനെസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്ത് തന്നെ രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ പാരന്റ്സിനോട് അല്ലെങ്കിൽ സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനോട് നോട്ടീസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളായിരിക്കണം ടീച്ചർ എന്ന് പറയുന്നത്. ഒരു ടീച്ചറിന്റെ നോളജ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഇമ്മ്യൂണൈസേഷൻ വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ഡേഞ്ചറസ് എപ്പിഡമിക്സിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനുമായിട്ടും സാധിക്കും. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് എന്താണ്? പാരന്റ്സിന് അവയർനെസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ അവയർനെസ് കൊടുക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ അവയർനെസ് കൊടുക്കുന്നു. അതിലൂടെ കുട്ടികളുടെ ഹെൽത്ത് ഇമ്മ്യൂണൈസേഷൻ, അതായത് ഇമ്മ്യൂണൈസേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയും സൊസൈറ്റിയെ ഭയങ്കരമായിട്ടുള്ള എപ്പിഡമിക്സിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിനോട് എപ്പോഴും എന്താണ്? റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് എന്ത് ടീച്ചേഴ്സിന്റെ ജോബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഇനി അടുത്തത് രാഖി ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് വായിക്കട്ടോ. പാരാഗ്രാഫ്. A regular health checkup of the child should be attended and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impairability, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental cares, etc. A health checkup should be the duty of parents as well as the school. Any problem, diagnosis or disclosed should be immediately attended to.
കഴിഞ്ഞല്ലേ? എന്താ പറയുന്നത് അതിനകത്ത് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട്? എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഒരു കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ റെക്കോർഡിംഗ് പൾസ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, സ്കിന്ന്, ഹെയർ, നെയില്, അങ്ങനെ ഒരു കുട്ടികളിലുള്ള എല്ലാ കാര്യങ്ങളും റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്തണം. അത്രേ ഉള്ളോ? വേറെ എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാനായിട്ട്? ഇല്ല. വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയാൻ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട്? നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ട് പറയാനായിട്ട്? ഉണ്ടോ? ഇല്ല. ആർക്കൊന്നുമില്ല. നിങ്ങൾ തന്നെ പറയണം കേട്ടോ. നിങ്ങൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടോ ഇതിനെ പറ്റി? എസ്റ്റർ, സൈന, ധന്യ. അങ്ങനെ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ടോന്ന്? ആ, ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ടോ നിങ്ങള്? ഇല്ല, ഞാൻ ചെയ്യല്ല, ഹസ്ബൻഡ് ചെയ്യലുണ്ട്. പിന്നെ ബ്ലഡ് നോക്കലുണ്ട്. ബ്ലഡ് നോക്കലുണ്ട് അല്ലേ? ഓക്കെ. ഇനി ബാക്കിയുള്ളവരോ? ഈ വെളിരാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോഴേ അവര് കൂടുതലും ചെയ്യാറുള്ള ഒരു ചെക്കപ്പാണ് ഈ ബോഡി ചെക്കപ്പ് എന്ന് പറയുന്നത്. ഫുൾ ബോഡി ചെക്കപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പം പറഞ്ഞോളൂ. അപ്പം ഇതുപോലെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇതുപോലെ വെളിയിൽ നിന്ന് വന്നപ്പം ഇങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു ക്യാൻസറിന്റെ ഒരു സാധ്യത തുടങ്ങിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അതുവരെ പ്രത്യേകം ഔട്ട്വേർഡിലെ ഒരു സിംറ്റംസും കണ്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടത്. അപ്പൊ സിംറ്റമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, പുറമെ ഒരു സിംറ്റവും കണ്ടില്ല. പക്ഷെ അവര് ഇങ്ങനെ എല്ലാ വർഷവും വരുമ്പോ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യാറുള്ളത് കൊണ്ട് ഈ പ്രാവശ്യം വന്നപ്പോഴും ചെയ്തു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെ തുടക്കമാണെന്ന് മനസ്സിലായത്. എത്ര വയസ്സുണ്ട് ആൾക്ക് ഏകദേശം? 42 വയസ്സുണ്ട്. 42 വയസ്സല്ലേ? ഓക്കെ. ഏത് ഭാഗത്തായിട്ടാണ് ഡയഗ്നോസ് ചെയ്തേ? ചെസ്റ്റിന്റെ ഭാഗത്ത്. ആണല്ലേ? ഓ. തുടക്കാവുമ്പോ നമുക്ക് ഒന്നും പുറത്ത് കാണിക്കൂലല്ലോ. സ്റ്റേജ് മാറുമ്പല്ലേ പുറത്തേക്ക് വരൂ. അല്ല, എയർലി, അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവർക്ക് അറിയാൻ പറ്റുമോ ഫസ്റ്റ് സ്റ്റേജ് ആണോ? അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഫസ്റ്റ് സ്റ്റേജാ, തുടങ്ങിയേ ഉള്ളൂ. അത് ആ ചെക്കപ്പ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പൊ പെട്ടെന്ന് തന്നെ സുഖവും. കാരണം ഇയർലി ഡയഗ്നോസ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിലാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുന്നത്. ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? മെഡിസിൻസ് കൊണ്ട് എന്താണ് ഒരു വിധം വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. അതായത് നോർമൽ ആയിട്ട് പഴയ അവസ്ഥയിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് റേഡിയേഷൻ കൊടുക്കുന്ന സ്റ്റേജ് ആണ് കേട്ടോ. റേഡിയേഷൻ സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്. അതുകൂടാതെ അതിന്റെ തേർഡ് സ്റ്റേജ് ആണ് ആ പാർട്ട് എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസറിന് തന്നെ എന്താണ് 3 സ്റ്റേജസ് ഉണ്ട്. അതിപ്പോ എന്താ ഫോർത്ത് സ്റ്റേജ് ഏതാ മോളെ? ഫോർത്ത് സ്റ്റേജ് യൂസ് ചെയ്യില്ല. അറിയാ, ഞാൻ ചോദിച്ചതാ ഫോർത്ത് സ്റ്റേജ് ഉണ്ടോ? തേർഡ് സ്റ്റേജിലാണ് നമ്മള് റിമൂവ് ചെയ്യുന്നത്. അതായത് ഈ ഒരു തേർഡ് സ്റ്റേജ് ആകുമ്പോൾ, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പറയും ഇപ്പൊ ഈ എസ്റ്ററിന്റെ റിലേറ്റീവിന് മെഡിസിൻസ് കൊടുത്താൽ തന്നെ എന്താണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് റിക്കവർ ആയി വരും, പേടിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഏർലി ഡയഗ്നോസ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പലതും, അതായത് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രത്യേകത വളരെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അതിന്റെ സ്റ്റേജുകൾ മാറുന്തോറുമാണ് അതിന്റെ കോംപ്ലിക്കേഷൻ കൂടുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ മെഡിസിൻസ് കൊണ്ട് തന്നെ, അതായത് ഒരു എന്താ പറയാ മെഡിക്കൽ ആയിട്ടുള്ളതുണ്ട്. ക്യാൻസറിന്റെ ഓങ്കോളജി എന്നാണ് ആ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പറയുക. അപ്പൊ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, റേഡിയേഷൻ ഓങ്കോളജി ഉണ്ട്, സർജിക്കൽ ഓങ്കോളജി ഉണ്ട്. അങ്ങനെ 3ആയിട്ടാണ് ആ ഒരു ഓങ്കോളജി അഥവാ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിനെ തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് പേഷ്യൻസിന് ഏർലി ഡയഗ്നോസിസിലൂടെ രോഗം തിരിച്ചറിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് മെഡിസിൻസ് മുഖേന ബോഡിയിൽ ഇൻടേക്ക് ചെയ്തിട്ടാണ് രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നത്. ഇനി
സെക്കൻഡ് സ്റ്റേജിലാണ് കുറച്ചും കൂടി സിംറ്റം ഒക്കെ കണ്ടു തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിലാണ് രോഗം കണ്ടുപിടിക്കുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, അതായത് ക്യാൻസർ സെൽസ് നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടി സ്പ്രെഡ് ആയി വരികയാണ്. ആ ഒരു ഭാഗത്ത് മാത്രമല്ല, എന്താ പറയാ, ആ ഒരു അതായത് കണ്ടുപിടിക്കപ്പെട്ടു. ഇപ്പൊ പറഞ്ഞു ചെസ്റ്റിന്റെ സൈഡിലാണ് റിലേറ്റീവിന് ഡയഗ്നോസ് ചെയ്തതെന്ന് പറഞ്ഞു. ആ ഒരു ഭാഗത്ത് എന്താണ് റേഡിയേഷൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ ബോഡിയിലെ ഏത് ഭാഗത്താണോ ആ ഒരു ഡയഗ്നോസിസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ആ ഭാഗത്ത് റേഡിയേഷൻ കൊടുത്തിട്ട് ആ സെല്ലിനെ റിമൂവ്, അതായത് നശിപ്പിക്കുക ചെയ്യുന്നത്. റേഡിയേഷനിലൂടെ ആ ഒരു ഇതിന്റെ നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോ അതിനെയാണ് നമ്മൾ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. അത് സെക്കൻഡ് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇനി തേർഡ് സ്റ്റേജ് ആണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫൈനൽ സ്റ്റേജിൽ രോഗം തീവ്രമാവുകയാണ്, അതായത് അതിന്റെ സിവിയറിറ്റി കൂടുകയാണ്. അതിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജ്, അത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തേർഡ് സ്റ്റേജിൽ കൂടുമ്പോൾ ആ ഒരു ഇപ്പൊ ചെസ്റ്റിന്റെ ഭാഗത്താണ് ഡയഗ്നോസ് ചെയ്തതെങ്കിൽ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള ആ ഒരു പാർട്ട് എന്ത് ചെയ്യും, നമ്മള് റിമൂവ് ചെയ്ത് കളയും തേർഡ് സ്റ്റേജിൽ. അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ മറ്റ് ബോഡി പാർട്സിനെയൊക്കെ എന്താണ് ക്യാൻസർ സെല്ല് സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ചെസ്റ്റിനാണ് ഉള്ളതെങ്കിൽ തേർഡ് സ്റ്റേജ് ആകുമ്പോൾ എവിടേക്കാ വരിക, നമ്മുടെ വയറിന്റെ അബ്ഡോമൻ ഭാഗത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ബോഡിയിലെ ഒരു മിക്ക സെല്ലിനെയും എന്ത് ചെയ്യും, ഈ ഒരു സെല്ല് പിടിമുറുക്കും. ഓക്കെ, അപ്പൊ നമ്മള് മറ്റു ബോഡി പാർട്ടിലേക്ക് സെൽസ്, ക്യാൻസറിന്റെ സെൽസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്യാൻസർ വന്ന ഭാഗം നമ്മൾ മുറിച്ചു മാറ്റുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു മാറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ആണ് അതിന്റെ. അതിനെയാണ് ഓങ്കോളജിയില് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് മനസ്സിലായോ എന്താണെന്ന്? ശരി, ഞാൻ പറഞ്ഞത് എന്റെ ഒരു ഫ്രണ്ടിനുണ്ടായിനെ. അന്നേരം ഒരു ഫോർത്ത് സ്റ്റേജ് ആണെന്നാ വീട്ടുകാർ പറഞ്ഞ പോലെ. എല്ലാ ഭാഗത്തും ബാധിച്ചിനു, മുറിച്ചു മാറ്റാനും പറ്റൂല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞല്ലേ? അതായത് ആ ഒരു എല്ലാ ഭാഗത്തും അതായത് ഒരു രോഗിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞോളൂ. ആളിപ്പോ ഇല്ല, കാരണം അത്രേ ആരാണ് പുറത്തത് കാണിച്ചതും സിംറ്റം കാണിച്ചതും അറിഞ്ഞതും ആണല്ലേ. അതായത് ഈ ഒരു ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും ബാധിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു സമയത്ത്. പക്ഷെ ഒരുവിധം അതായത് ആ ഒരു സെല്ലിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കുക, അതായത് മറ്റ് ബോഡി സെൽസിലേക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം നമ്മൾ മുറിച്ചു കളയുന്നത്. പക്ഷെ ചാൻസസ് അതായത് കൂടുതലാണ് ഇത് വീണ്ടും വരാനുള്ള, ഈ സെൽസിന് വളരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏർലി ഡയഗ്നോസിസിലൂടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലൂടെ, അതായത് ആ ഫസ്റ്റ് സ്റ്റേജ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണ്. എത്ര റേഡിയേഷൻ കൊടുത്താലും അല്ലെങ്കിൽ എത്ര ഇപ്പോ സർജറി ചെയ്ത് ആ പാർട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാലും തന്നെ എന്താണ് നമുക്ക് എന്താണ് രോഗം ബൈ ചാൻസ് എന്താണ് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള, മറ്റു ഭാഗങ്ങളിൽ സെൽസിലൊക്കെ വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാനും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുറിച്ചു കളയാനോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവേ ഉള്ള കാര്യമാണ് അത്. നിങ്ങളൊന്ന് അവയർനെസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഓങ്കോളജിയെ തന്നെ മെഡിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി ആൻഡ് സർജിക്കൽ ഓങ്കോളജി, ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു വിഭാഗങ്ങൾ ഉണ്ട് പലതരം കേട്ടോ. പല പേഷ്യൻസും ഉണ്ട്. ചിലപ്പോ ചില പേഷ്യൻസിന് മെഡിസിൻസ് മാത്രം മതിയായിരിക്കും. ഇപ്പൊ എക്സ്റ്റർണൽ റിലേറ്റീവിന് മെഡിസിൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, രോഗത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല മറ്റു ചില പേഷ്യൻസിനാണെങ്കിൽ റേഡിയേഷന്റെ ആവശ്യം വരും. എന്നാൽ വേറെ ചില പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ബോഡി പാർട്ട് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മള് ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞു. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇതല്ലാതെ? ക്യാൻസറിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു രോഗം നിങ്ങളുടെ ഫാമിലിയിലുള്ളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം ഇങ്ങനെ ഹെൽത്ത് ചെക്കപ്പിലൂടെ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല മിസ്. ഇല്ല അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. A full body checkup is necessary as it helps you take necessary steps to prevent or detect any illness early. Okay.
ഒരു പാരാഗ്രാഫ് ഞാൻ 2 പ്രാവശ്യം വായിക്കും. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിന്റെ മലയാളം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. A full body checkup is necessary as it helps you take necessary steps to prevent or detect any illness early. A full body checkup is a complete examination or diagnostic scan of your entire body. Check yourself to see if there are any warning sign or abnormalities. The body, if you have symptoms of life-threatening disease like heart disease, respiratory disease, cancer, diabetes, high blood pressure, and digestive diseases. Okay. A full body checkup is a complete examination or diagnostic scan of your entire body. Check yourself to see if there are any warning sign or abnormalities. The body, if you have symptoms of life-threatening diseases like heart disease, respiratory disease, cancer, diabetes, high blood pressure, and digestive diseases. Everyone should go for a full body checkup at least once a year. Everyone should go for a full body checkup at least once a year. Regular health checkups are recommended for everyone above 35 years of age. Current fast-paced life, we all lead a very stressful and fast-paced lifestyle. This has ultimately led to a much higher incidence of stress-related health problems such as heart disease, asthma, diabetes, headache, depression, etc. Okay. വായിച്ചെന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക് വായിച്ചത്? എന്താ ഞാൻ പറഞ്ഞത് ഇപ്പോ? അലീന, എന്താ ഞാൻ പറഞ്ഞത്? മനസ്സിലായല്ലേ? എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? ഇതിനു വേണ്ടിയിട്ടാ നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നത്. അത് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുറഞ്ഞത് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം. ഫുൾ ബോഡി ചെക്കപ്പ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ്. പിന്നെ 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് റെഗുലർ ചെക്കപ്പായും ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് എല്ലാത്തരം ഡിസീസ്, ഇപ്പം റെസ്പിറേറ്ററി ആയാലും അതേപോലെ എന്ത് തരം, ഇപ്പൊ ഒരു സെറ്റ് മേളിൽ പറഞ്ഞത് ക്യാൻസർ അതേപോലുള്ള വലിയ രോഗങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ റെഗുലർ ചെക്കപ്പിൽ നിന്ന് നമുക്ക് ഡയബറ്റീസ്, ആസ്മ അതേപോലുള്ള പാരമ്പര്യ രോഗങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ബോഡി ചെക്കപ്പുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ നടത്തുന്നത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു അസുഖം നമ്മൾക്ക് തടയുന്നതിനോ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത് കേട്ടോ. അതായത് ഇതിനെ നമുക്കിപ്പോ ഒരു രോഗത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗത്തെ മുൻകൂട്ടി നമ്മൾക്ക് കണ്ടുപിടിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഹാർട്ട്, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ ലങ്സ് എന്നിവയുൾപ്പെടെ നമ്മുടെ ബോഡി പാർട്ടിലെ പൂർണ്ണമായ, അതായത് നമ്മുടെ ഒരു ബോഡി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബോഡി പാർട്ടിൽ അടങ്ങിയിരിക്കുന്ന ഓർഗൻസ് ഉണ്ട്. അതിപ്പോ ഹാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ കിഡ്നി ഉണ്ട്, ലിവർ ഉണ്ട്, ലങ്സ് ഉണ്ട്. അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്കും കാര്യങ്ങളും നമുക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. നമ്മളിപ്പോ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിയാൽ നമ്മുടെ ബോഡി പാർട്ടിലെ മൊത്തം കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഓർഗൻസിന് കംപ്ലൈന്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞു, വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് നടത്തിയിരിക്കണം, ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തിയിരിക്കണം. ഓക്കെ. കുറെ പ്രാവശ്യം ഒന്നുമല്ല, എന്താ അധികം എല്ലാവരും നടത്തിയിരിക്കേണ്ട ഒന്നാണ് കേട്ടോ അത്. ഓക്കെ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തിയിരിക്കണം. 35 വയസ്സിന്, അതായത് 35 ഇയേഴ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ടും ഹെൽത്ത് ചെക്കപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർമാരെ നിർദ്ദേശിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഡോക്ടറെ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോക്ടർമാർ എന്ത് ചെയ്യും, ഒരു ഹെൽത്ത് ചെക്കപ്പ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിട്ട് വരാനായിട്ട് പറയാറുണ്ട്. അത് ഡോക്ടർമാരുടെ അഡ്വൈസ് ആണ് കേട്ടോ.
35 ഇയേഴ്സിന് മുകളിലുള്ളവർക്ക് ഹെൽത്ത് ചെക്കപ്പ് ഡോക്ടർമാർ അഡ്വൈസ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതിപ്പോ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, ആസ്മ ഉണ്ടാവും, അതുപോലെ ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, പിന്നെ ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, അതുപോലെ ഡിപ്രഷൻ, ഇതൊക്കെ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും എന്ത് ചെയ്യണം, നമ്മള് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തിയിരിക്കണം. ഓക്കെ, പിന്നെ ഇപ്പോ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാത്രമല്ല നമ്മള് ഉപയോഗിക്കുന്ന, നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ്സ്, അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതൊക്കെ എന്താണ്, എയറൊക്കെ എന്താണ് ഈ ഒരു രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് കേട്ടോ. ഇപ്പൊ ക്യാൻസർ ആയാലും എന്താണ് നമ്മുടെ, അതായത് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ എൻവയോൺമെന്റിലെ ആ ഒരു എന്താ പറയാ പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ തിന്നുന്ന, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മായം, അതായത് ധാരാളം കളറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ, ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന അവശ്യ പദാർത്ഥങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എന്താ പറയാ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിലൂടെ, അതായത് നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഡോക്ടർമാര് നിർദ്ദേശിക്കുന്ന കംപ്ലീറ്റ് ബോഡി ചെക്കപ്പിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുൾ ബോഡി ചെക്കപ്പില് ആദ്യം തന്നെ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് അവര്. ബ്ലഡ് എടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈല്, എന്താ ലിപ്പിഡ് പ്രൊഫൈല്, എന്താ ലിപ്പിഡ് പ്രൊഫൈൽ, എന്താ എസ്റ്റർ, എന്താ ലിപ്പിഡ് പ്രൊഫൈല്? അറിയില്ല മിസ്. അറിയില്ലേ ലിപ്പിഡ് പ്രൊഫൈൽ എന്താണെന്ന്? സൈന, ധന്യ, സുഹൈല, ആർക്കും അറിയില്ലേ? രമ്യ അറിയാമോ ലിപ്പിഡ് പ്രൊഫൈൽ എന്താ മോളെ? രമ്യ, കൊളസ്ട്രോൾ ആണ് കേട്ടോ. ലിപ്പിഡ് പ്രൊഫൈൽ നോക്കാൻ പറഞ്ഞത് കൊളസ്ട്രോളിന്റെ അളവാണ് നോക്കുന്നത്. അതായത് നമ്മുടെ ബോഡിയില് ചീത്ത കൊളസ്ട്രോളിന്റെ അളവുണ്ട്, നല്ല കൊളസ്ട്രോൾ, ഗുഡ് ആയിട്ടും ബാഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട് നമ്മുടെ ബോഡിയിൽ കേട്ടോ. അപ്പൊ അത് നോക്കുന്നതാണ് എന്താ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക്ക് ഫങ്ഷൻ നോക്കാറുണ്ട്. അതായത് നമ്മുടെ ചെസ്റ്റ് എക്സ്റേ എടുക്കാറുണ്ട്, അതുകൂടാതെ ECG എടുക്കാറുണ്ട്, പിന്നെ എക്കോ എടുക്കാറുണ്ട്. അതൊക്കെ എന്താണ് കാർഡിയോ ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് കാർഡിയാക് ഫങ്ഷൻ നല്ല രീതിയിലാണോ നടക്കുന്നത് നോക്കുന്ന അറിയാനാണ് നമ്മൾ ചെസ്റ്റ് എക്സ്റേ തുടങ്ങി ECG, എക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് കേട്ടോ. ഇനി വിറ്റാമിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, വിറ്റാമിൻ D3 ഒക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ അമിതവണ്ണമുള്ള കുട്ടികളിലാണെങ്കിലോ അല്ലെങ്കിൽ മുതിർന്നവരിലാണെങ്കിലോ, അതായത് കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ വണ്ണമുള്ള അധികം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിക്കുക. പക്ഷെ എന്നാലും എന്താണ്, അവർക്ക് ഇങ്ങനെ തടി വെച്ച് ഇങ്ങനെ വരുവാണ്, ഭയങ്കരമായിട്ട് തടി, ഓവറായിട്ടുള്ള തടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർ എഴുതി കൊടുക്കുന്ന ആ ഒരു ടെസ്റ്റുകളിൽ എന്തായാലും വിറ്റാമിൻ D3യുടെ അളവ് നോക്കാനായിട്ട് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് റേറ്റ് എന്തോ കൂടുതലാണ്, അത് ഭയങ്കരമായിട്ടല്ല, എന്നാലും സാധാരണ ടെസ്റ്റുകളെക്കാളും റേറ്റ് ഒത്തിരി കൂടുതലുള്ള ടെസ്റ്റാണ് വിറ്റാമിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്, D3യുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് അളവ് കുറവാണെങ്കിൽ ഡോക്ടർ നമുക്ക് വിറ്റാമിന്റെ ടാബ്ലറ്റ് നമുക്ക് തരും. അത് നമ്മൾ കഴിച്ചിട്ട് എന്താണ് ഈ ഒരു എന്താ പറയാ ഡോക്ടർ പറയുന്ന ഡയറ്റും കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് പോന്നാല് നമ്മുടെ ആ ഒരു ഒബിസിറ്റി നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിറ്റാമിൻ ടെസ്റ്റിങ്. പിന്നെ അതുപോലെ തന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ. അബ്ഡോമിനൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള സ്കാൻ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അതായത് ഈ വയറിന്റെ ഭാഗത്തുള്ള സ്കാൻ ആണ് അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അബ്ഡോമൻ ആൻഡ് പെൽവിസ് ഉണ്ട്. അതായത് ഗർഭപാത്രം ഉണ്ടല്ലോ, നമ്മുടെ യൂട്രസ് ഇരിക്കുന്ന ആ ഒരു ഏരിയയില് സ്കാനും ഉണ്ട്. അതാണ് പെൽവിസിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. രണ്ട് തന്നെയാണ്, ഒരുമിച്ച് ചെയ്യുകയും ചെയ്യും. ചില സമയത്ത് ഇപ്പോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ കാണാൻ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പെൽവിസിന്റെ ഒരു സ്കാൻ ആയിരിക്കുള്ളൂ. അതായത് ആ ഒരു ഭാഗം, യൂട്രസിന്റെ ഭാഗം മാത്രം എടുത്തു കാണിക്കുന്ന ഒരു സ്കാൻ ആയിരിക്കുള്ളൂ. ഇപ്പോ PCOD, PCOS അങ്ങനെയുള്ള കണ്ടീഷൻസ്, പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഫീമെയിൽസ് ആണെങ്കിൽ അവർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു സ്കാൻ ആയിരിക്കുള്ളൂ. അതിനകത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും PCODയുടെ പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ PCOSന്റെ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. പീരീഡ്സ് കറക്റ്റ് അല്ലാതിരിക്കുക, അതുപോലെ തന്നെ അമിതമായിട്ട് വണ്ണം വെക്കുക, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, എപ്പോഴും ഉറക്കം വരിക, അതൊക്കെയാണ് ഇത്. പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അതായത് ഈ ഒരു ഭാഗത്തും നമ്മുടെ എല്ലാ ഭാഗത്തും അമിതമായിട്ട് രോമം വളരുക, അതൊക്കെയാണ് PCODയുടെ ലക്ഷണങ്ങളിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇതൊക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് ഈ ഒരു സ്കാനിലൂടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. എന്തുണ്ട്, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള യൂട്രസിന്റെ പൊസിഷൻ എങ്ങനെയാണ്, യൂട്രസിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്കാനിലൂടെ നമുക്ക് ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ഡോമൻ, അൾട്രാസൗണ്ട്, അബ്ഡോമന്റെ സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, പാൻക്രിയാസിന്റെ ആ ഒരു ഇത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അബ്ഡോമൻ സ്കാനിലൂടെ, വയറിന്റെ ഭാഗത്തുള്ള സ്കാനിലൂടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് കേട്ടോ. TSH, T3, T4 ഇങ്ങനെയാണ് ഡോക്ടർ എഴുതി തരിക കേട്ടോ. തൈറോയ്ഡ് നോക്കാനായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡോക്ടർ നമ്മൾക്ക് ആദ്യമായിട്ട് എഴുതി തരുമ്പോൾ അതിനകത്ത് TSH, T3, T4 എന്നിങ്ങനെ 3 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അത് നോക്കിയിട്ട് നമ്മളുടെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യും. തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് തൈറോയ്ഡ് കുറവുള്ള വ്യക്തികളുണ്ട്, തൈറോയ്ഡ് കൂടുതലുള്ള, അതായത് അതിന്റെ അളവ് കൂടുതലുള്ള വ്യക്തികളുണ്ട്, അളവ് കുറവുള്ള വ്യക്തികളുണ്ട്. അളവ് കുറവുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം ആണ് അളവ് കുറവുള്ള പേഷ്യൻസിൽ കാണുന്നത്. എന്നാൽ അളവ് കൂടുതലുള്ള, തൈറോയിഡിന്റെ അളവ് TSH കൂടുതലുള്ള രോഗികളെ അവരെ പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡ് കേട്ടോ. ഹൈപ്പർ, മറ്റേത് കുറവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡ്, കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്, അങ്ങനെയാണ് തിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഡോക്ടർ നമുക്ക് തൈറോയിഡിന്റെ ഗുളിക, തൈറോക്സ്, തൈറോനോ എന്നൊക്കെ പറഞ്ഞ് ടാബ്ലറ്റ്സുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഏർലി മോർണിംഗ്, അതായത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവര് തരും. അപ്പോ തൈറോയ്ഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വളർച്ചാ ഹോർമോൺ ആണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. അത് ഇതുപോലെ തന്നെ, അതായത് ഭയങ്കരമായിട്ട് തടി വെക്കുക, അതുപോലെ തന്നെ ഉറക്ക ക്ഷീണം, മടി, ശ്രദ്ധിക്കാൻ, അതായത് കുട്ടികളിലൊക്കെ ആണെങ്കിൽ പഠിക്കാനുള്ള ശ്രദ്ധ കുറഞ്ഞു വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തൈറോയിഡിന്റെ ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പൊ നോർമൽ ഇപ്പൊ ഒരു കുട്ടിക്കാണ് തൈറോയിഡ് വരുന്നതെങ്കിൽ ആ കുട്ടി ഇങ്ങനെ വണ്ണം വെച്ച് വരുവാണ്, ഓരോ ദിവസം ചെല്ലുന്തോറും വണ്ണം വെച്ച് വരുവാണെങ്കിൽ നമ്മൾ പറയും എന്താ, നീ തിന്നുന്നതിന്റെയാണ്, അല്ലെങ്കിൽ കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കും, എന്റെ തടിയാ, നീ ഭക്ഷണം ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വിളിച്ചിട്ട് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ കളിയാക്കാറുണ്ട് കുഞ്ഞുങ്ങളെ. പക്ഷെ കുഞ്ഞുങ്ങൾ ശരിക്കും ഭക്ഷണം കഴിക്കുന്നില്ല. ഈ പറയുന്ന, അതായത് ഇങ്ങനെയുള്ള, അതായത് അവന്റെ ആ കാണുന്ന ശരീരത്തിലുള്ള ആ ഒരു തടി മാത്രമേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളൊന്നും അവൻ തന്നെ കഴിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അധികമായിട്ട് വണ്ണം വെക്കുന്ന കുട്ടികളെയും പെട്ടെന്ന് മെലിഞ്ഞുണങ്ങുന്ന കുട്ടികളെയും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് കൊണ്ടുപോവുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബർഹുഡിലോ ഉള്ള കുട്ടികൾ, അങ്ങനെയുള്ള ആരെങ്കിലും ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഉടനെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് പറയുക. ഡോക്ടർ ആവശ്യമുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെയുള്ള ചെക്കപ്പുകളും നടത്തിയിട്ട് കുട്ടിക്ക് എന്താണ് കുറവ്, ഇപ്പൊ വൈറ്റമിൻ D3, അതായത് വിറ്റാമിൻ D3യുടെ കുറവ് കൊണ്ട് വണ്ണം വെക്കാം, അല്ലെങ്കിൽ തൈറോയ്ഡ് കുറവായതുകൊണ്ട് വണ്ണം വെക്കാം. തൈറോയ്ഡ് കൂടുതലാവുമ്പോൾ ക്ഷീണിക്കുക ചെയ്യുന്നത്, തൈറോയ്ഡ് കുറയുമ്പോഴാണ് വണ്ണം വെക്കുന്നത് കേട്ടോ. അങ്ങനെ പല ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നതാണ് കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ യൂറിക് ആസിഡ്, അതുപോലെ തന്നെ ക്രിയാറ്റിന്റെ അളവൊക്കെ എന്താണ് നോക്കുക.
ഓക്കെ, നമ്മുടെ സോഡിയം, ക്രിയാറ്റിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്താണ്, യൂറിക് ആസിഡ് ഒക്കെ നോക്കുന്നത് ഈ ഒരു കിഡ്നി ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ക്രിയാറ്റിന്റെ അളവൊക്കെ എന്താണ് കുറഞ്ഞു പോകാനും അമിതമായിട്ട് കൂടിപ്പോകാനും ഒന്നും പാടില്ല. അതെന്ത് ചെയ്യും, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. SGPT, SGOT, ബിലിറൂബിൻ, ഈ 3 കാര്യങ്ങളാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരുന്നത് കേട്ടോ. ഫാറ്റി ലിവർ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താണ്, അയാൾ എല്ലാ മാസവും എന്ത് ചെയ്തിരിക്കണം, SGPT അല്ലെങ്കിൽ SGOT, ബിലിറൂബിൻ അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം. അതായത് എത്രമാത്രം ഫാറ്റ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിവറിന്റെ ഭാഗത്ത് സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, SGOT അല്ലെങ്കിൽ SGPT അങ്ങനെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് പൾമണറി ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ആസ്മ, ചെറുപ്പത്തിലെ തുടങ്ങിയ ആസ്മയുള്ള പേഷ്യൻസ് ആണെങ്കിൽ പൾമണറി ടെസ്റ്റ് ചെയ്യും. അതായത് ആസ്മ വരുന്ന പേഷ്യൻസിനാണെങ്കിൽ നമുക്കറിയാം ആ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാന്ന്. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു അലർജിയിലോ അല്ലെങ്കിൽ എന്താ പറയാ, ഭൂരിഭാഗം ആളുകൾക്കും ആസ്മ ഉണ്ടാകുന്നത് അലർജിക് പ്രോബ്ലം കൊണ്ടാണ്. അതായത് ഡസ്റ്റ് ശ്വസിക്കാൻ പറ്റില്ല, തീരെ പറ്റില്ല. മുക്കിൽ പോയാല് അപ്പൊ തുമ്മല് തുടങ്ങും, പിന്നെ അതൊരു ചുമയാകും, പിന്നെ അതൊരു കഫക്കെട്ടിന്റെ ഒരു രൂപത്തിലാവും, പിന്നെ അത് സിവിയർ ആയിട്ടുള്ള ആസ്മയായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇനി ജനറ്റിക് ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് ആസ്മയുള്ള പേഷ്യൻസിന്, അതായത് അച്ഛനമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ അവരിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ ആസ്മ പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടരും ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒച്ച, അതുപോലെ തന്നെ കഫക്കെട്ട് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം, നമുക്ക് എന്താണ് നെഞ്ചിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു വേദന, അതൊക്കെയാണ് എന്ത് ആസ്മ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ ആസ്മ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് നേരം വണ്ണം ശ്വസിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് നമുക്ക് ശ്വാസം എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ആസ്മ എന്ന് പറയുന്ന ഒരു ഇതിന്. അപ്പോ ഈ ആസ്മയുടെ ഇത് കൂടിക്കഴിഞ്ഞാല് ചിലപ്പോ എന്താണ്, നമുക്ക് ഇപ്പോ എപ്പോഴും ആസ്മ വരുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അയാൾക്ക് കാലങ്ങളായിട്ട് ആസ്മയുണ്ട്. പക്ഷെ ഒരു സമയത്ത്, അതായത് അയാളുടെ ഒരു സ്റ്റേജില് അയാൾക്ക് എന്താണ് കാര്യമായിട്ട് ലക്ഷണങ്ങളൊന്നുമില്ല. കാരണം എന്താണ്, ശ്വാസം എടുക്കുമ്പോൾ അധികം ബുദ്ധിമുട്ടില്ല, ചുമയില്ല. പക്ഷെ എന്താണ്, അയാൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, അയാൾക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങും. ഓക്കെ, തല കറങ്ങി അയാൾ വീഴാൻ പോവാണ്. അങ്ങനെയുള്ള പേഷ്യന്റ് ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ, സ്ഥിരമായിട്ട് ആസ്മയുടെ ഇൻഹേലർ വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ പറയാണ്, ഒരു ടെസ്റ്റ് നടത്താൻ പറയാണ്, ഈ പൾമണറി ടെസ്റ്റ് നടത്താൻ പറയാണ്. ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് ആ ഒരു റിസൾട്ട് കൈ കിട്ടുമ്പോൾ ഡോക്ടർ പറയാണ് ആസ്മ ഉണ്ട് നിങ്ങൾക്കെന്ന്. അപ്പൊ പേഷ്യന്റ് പറയുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കധികം പ്രശ്നമൊന്നുമില്ല, ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും എനിക്കില്ല. അപ്പൊ അതല്ല, ചില സമയത്ത് ആസ്മ പേഷ്യൻസിന് എന്ത് പറ്റില്ല, അതായത് ഇങ്ങനെയുള്ള ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, പകരം എന്താ, തലകറക്കം അനുഭവപ്പെടും. എന്തുകൊണ്ടാ അത് തലകറക്കം അവർക്ക് അനുഭവപ്പെടുന്നേ? എന്തുകൊണ്ടായിരിക്കും? ബോധക്ഷയമൊക്കെ ഉണ്ടാകും ആസ്മ പേഷ്യൻസിന്. എന്തുകൊണ്ടാ? അറിയുന്നില്ലേ? ആർക്കും അറിയില്ലേ? എസ്റ്റർ, സൈന? ശ്വാസതടസ്സമുള്ളതുകൊണ്ടാ? അതായത് നമ്മള് ഈ ഒരു സിവിയർ ആയിട്ടുള്ള ആസ്മയുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന്റെ റേറ്റ് കുറയും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്, തല കറക്കം അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് മരണം വരെ സംഭവിക്കുക അങ്ങനെയാണെങ്കിൽ, കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് അതായത് നമ്മൾ അധികം പ്രശ്നമില്ല എന്ന് പറഞ്ഞിപ്പോ ചിലപ്പോൾ ഇങ്ങനെ തല കറങ്ങുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പ്രഷർ കുറഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേഗം ഉപ്പിട്ടൊരു നാരങ്ങവെള്ളോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളോ കഴിച്ചാൽ അത് മാറുന്നതായിരിക്കും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇങ്ങനെ തല കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നിയത് കൊണ്ട് ഡോക്ടർ ആ ടെസ്റ്റിന് എഴുതിയതാണ്. അപ്പോഴാണ് റിസൾട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ പറയുന്നത് ആസ്മയുടെ പ്രശ്നം, ആസ്മയുടെ വേരിയേഷൻ ആ ഒരു ആ ഒരു ടെസ്റ്റ് റിസൾട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് ഈ ഒരു ബ്രെയിനിലേക്കുള്ള, അതായത് ആസ്മയായിട്ട് ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, തല കറക്കം അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇൻഹേലർ, നമുക്കിപ്പോ ആസ്മയുടെ ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും, ആന്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യവും വരും. ഓക്കെ, മനസ്സിലായോ സൈലക്ക്? മനസ്സിലായി.
എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ആളാണ് കേട്ടോ. അതാണ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. എനിക്ക് ആസ്മ, ഞാനൊരു ആസ്മ പേഷ്യന്റ് ആണ്. ആസ്മ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. കാരണം പ്രോപ്പർ ആയിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. അതായത് ഡെയിലി 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പഫ് വീതം ഞാൻ അടിക്കുന്നുണ്ട്. എനിക്ക് എടുത്തെടുത്തത് എനിക്ക് തോന്നുന്നുണ്ട്, ഞാനൊരു 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പ്രോബ്ലം തുടങ്ങിയത്. ആസ്മയുടെ അലർജീസിന്റെ ഇഷ്യൂ ആണ്. കുറെ സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോയി കാണിച്ചതാണ്, പക്ഷെ കുറയുന്നുണ്ടായിരുന്നില്ല. പ്രോപ്പർ ആയിട്ട് സ്കൂളിലോ എന്താ ഇപ്പൊ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ മുടങ്ങി ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പ്രശ്നം വരാനായിട്ട് തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ മോനുണ്ടോ? മോനുണ്ട്. അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ അന്നേരം ഡോക്ടർ കാണിച്ചു തരാം. പിന്നെ തീരെ ഇല്ലാണ്ട് അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ ഇപ്പൊ കുറച്ചിട്ട് ഒരു നേരാക്കിക്ക്. അതായത് എനിക്ക് പ്രോപ്പർ ആയിട്ട് സ്കൂളിൽ പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി അഡ്മിറ്റ് ആവും, ആന്റിബയോട്ടിക് ചെയ്യും. കഫക്കെട്ട് ഭയങ്കരമായിട്ടുണ്ടാവും. ആസ്മ മാത്രമല്ല, കഫക്കെട്ടതിന്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ആന്റിബയോട്ടിക് 5 ദിവസം കുത്തിവെക്കും, വീണ്ടും വീട്ടിൽ പോകും, പിന്നെ 1 മാസം കഴിഞ്ഞ് വീണ്ടും വരും. ഇത് തന്നെയായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്തും ഇത് തന്നെയായിരുന്നു. പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു. ആസ്മയുടെ പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത്. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് ഇത് തന്നെ, അതായത് ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ടും എന്ത് തന്നെയാണ് ഈ ഒരു പ്രശ്നം ഇത് തന്നെ വന്നുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലൈസ് ആവുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാരണം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ കൊറോണയ്ക്കൊക്കെ ഉള്ള ഒരു സമയത്താണെന്ന് തോന്നുന്നു, ഇൻഹേലർ ഡെയിലി ഇൻഹേലർ നിർത്തിയിട്ടില്ല എന്റെ ജീവിതത്തിൽ. പിന്നെ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആദ്യം വലിച്ചിരുന്നത്. ഇപ്പൊ മെഷീന്റെ സഹായമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ തനിയെ എന്ത് ചെയ്യാണ്, ആ ഒരു സംഭവം ഡയറക്റ്റ് ആയിട്ട് പഫ് ചെയ്യുന്നേ. അപ്പൊ പിന്നെ മുടങ്ങാതെ എന്ത് ചെയ്യും, അത് വലിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഒരാഴ്ച 2 ആഴ്ച ഞാൻ നിർത്തി. ഈ സംഭവം തീർന്നു പോയിട്ട് ഞാനത് മേടിച്ചില്ല എന്ന് തോന്നുന്നു. അതായത് നമുക്കൊരു മടുപ്പ് വരും, ഇത് ഉപയോഗിച്ച് ആ ഒരു മടുപ്പ് വരും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നിർത്തി. 2 ആഴ്ച ഒരാഴ്ച ഉപയോഗിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. എന്താ ഞാൻ പറഞ്ഞത്, തലകറക്കത്തിന്റെ പ്രശ്നം വന്നു. തലകറക്കത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഡെയിലി, അതായത് ഞാൻ എപ്പോഴും കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അതിനകത്ത് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാണ്, ഡോക്ടർ ഞാൻ സ്ഥിരം കാണിക്കാറുണ്ടല്ലോ, എനിക്കിപ്പോ ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും ഇല്ല, പിന്നെന്താ. അപ്പൊ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അതായത് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് തലകറക്കം അനുഭവപ്പെടുന്നത്. ആസ്മ കാരണമാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഇൻഹേലർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിർത്താനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞേക്കാണ്. ഇൻഹേലർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വലിച്ചു, അതായത് നമ്മൾ അതിന്റെ യൂസേജ് കൂട്ടിക്കൊണ്ടേയിരുന്നാൽ എന്ത് ചെയ്യാം, അത് ഒരിക്കലും നിർത്തരുത്. കൃത്യമായിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആസ്മയെ ഒരുവിധം ചെറുത്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഡസ്റ്റ് അലർജി ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒക്കെ ആണെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യരുത്, അടുക്കാനായിട്ട് പോകരുത്. ഓക്കെ, അതായത് ആ അതിന്റെ അടുത്തേ കൂടി എങ്ങാനും പോയാൽ മതി. ആ പൊടി, എനിക്ക് എങ്ങനെയാണ്, പൊടിയുടെ അടുത്തേ കൂടി എങ്ങാനും പോയാൽ മതി, പിറ്റേ ദിവസം തുമ്മലായിരിക്കും, പിന്നെ ചുമ വരും, പിന്നെ കഫക്കെട്ടാവും, പിന്നെ ആസ്മയാവും. അതാണ് എന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് പ്രശ്നം. അതായത് കൃത്യമായിട്ട് അവര് പറയുന്ന ഡോക്ടർമാർ എന്താണോ നമുക്ക് അഡ്വൈസ് തരുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മള് മുന്നോട്ട് പോകണം. ഹുസൈലയുടെ കുട്ടിക്ക് എന്താ പറഞ്ഞത്, ഇപ്പൊ എത്ര വയസ്സായി കുട്ടിക്ക്? മോനിപ്പോ 14 വയസ്സായി. അത് എനിക്ക് കുറച്ച് കൊണ്ടുവരാന്നാണ്. ആദ്യം 3 നേരമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് അത് ഉപയോഗിക്കലില്ല. കാരണം വെച്ചാൽ ഓന് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, അങ്ങനെ അലർജി ഉണ്ടാകുന്നില്ല. ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കുറച്ച് കൊണ്ടുവന്ന് പിന്നെ തീരെ ഉപേക്ഷിക്കുക അങ്ങനെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ എനിക്ക് കഫക്കെട്ട് വരത്തില്ല. ഇനിയിപ്പോ വരികയാണെങ്കിൽ ഒന്നും കൂടി ഉപയോഗിക്കാന്ന് വിചാരിക്കുന്നു. അതായത് ഈ തണവുള്ള സമയത്ത്, അത് ഭയങ്കരമായിട്ട് തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന സമയമില്ലേ, അപ്പൊ ഒന്ന് കുട്ടിക്കൊന്ന് അടിക്കുക. അതുപോലെ മഴയുള്ള സമയത്തൊക്കെ ഒന്ന് ഒരു പഫ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതായത് ആ മഴയുള്ള സമയം, അതുപോലെ തന്നെ തണുപ്പ് അനുഭവപ്പെടുന്നത്. പിന്നെ ജൂൺ വരുവാണല്ലോ, മഴ വരുമല്ലോ, ചൂടായതുകൊണ്ടായിരിക്കും ചിലപ്പോ, മഴയൊന്നും കൊള്ളുന്നില്ല. ഇപ്പൊ ചൂടാണ്. പിന്നെ പൊടി അധികം ഇതാക്കാതെ നോക്കുക. അതുപോലെ തന്നെ ഈ അതായത് കത്തിക്കുന്ന സ്ഥലത്തൊക്കെ എന്താണ്, പടുപ്പ് കത്തിക്കുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെയൊക്കെ എന്താണ്, കുട്ടിയെ അധികം നിർത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ, നമ്മുടെ സമയം കഴിഞ്ഞു. അടുത്തത് നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ നമുക്ക്. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you, Miss. താങ്ക് യു.